നമസ്കാരം. ശ്രീ കോട്ടയം പുഷ്പനാഥിന്റെ വിശ്വപ്രസിദ്ധമായ കുറ്റാന്വേഷണ കഥയാണ് ലെവൽ ക്രോസ് എന്ന ക്രൈം ത്രില്ലർ സസ്പെൻസ് നോവൽ. തുടക്കം മുതൽ ഒടുക്കം വരെ വായനക്കാരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അതിഗംഭീര രചനയാണ് കോട്ടയം പുഷ്പനാഥിന്റെ ലെവൽ ക്രോസ്. കോട്ടയത്തിനടുത്ത് റെയിൽവേ ട്രാക്കിൽ തുടർച്ചയായി നടക്കുന്ന മരണങ്ങളും അതിന്റെ പിന്നിലെ നിഗൂഢ കാരണങ്ങളുമാണ് കഥയുടെ ഇതിവൃത്തം. ഇയർഫോണുകളുടെ സഹായത്താൽ കഥ മുഴുവനായും കേൾക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഡോക്ടർ കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണം നൽകി. ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അപ്പോൾ തന്നെ ഡിവൈഎസ്പിയെ കാണുവാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ മോഹൻദാസിനോട് യാത്ര പറഞ്ഞിറങ്ങി. ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞു. ഇനി എന്താണ് നാം അടുത്തതായി ചെയ്യുക? മിസ്റ്റർ ഫ്രാൻസിസ് പുഷ്പരാജിന്റെ അഭിപ്രായം ആരാഞ്ഞു. ആദ്യമായി നാം കണ്ടുപിടിക്കേണ്ടത് രഘുവിനെയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന രഘു എന്ന നിർമ്മാതാവ് ഉണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കണം. ആ പേരിൽ ഒരാൾ എറണാകുളത്ത് റീത്തയുമായി തങ്ങുന്നുണ്ട്. അതോടൊപ്പം ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവമുണ്ടായി. വളരെ രസകരവും വിചിത്രവുമായ ഒരു സംഭവം. പുഷ്പരാജ് പ്രേതത്തെ കണ്ട വിവരങ്ങളെല്ലാം ഒരു കഥ പോലെ വിവരിച്ചു പറഞ്ഞു. ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയായിരുന്നു? ഫ്രാൻസിസ് ചോദിച്ചു. അതെ, യാതൊരു വ്യത്യാസവുമില്ല. അവൾ പോയി നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കോൾ ലഭിച്ചത്. രണ്ടും കൂടി വളരെ ഒത്തിരുന്നു. ഇതുകൂടാതെ രാമസ്വാമി എന്ന ആളും രഘുവിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം റോബിൻസൺ അവളെ കൊന്നുവെന്നുമാണ്. ഹരിദാസിനെയും അവരാണ് വധിച്ചതുപോലും. റോബിൻസനെ നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പുഷ്പരാജ് ടീപ്പോയിൽ വേലക്കാരൻ കൊണ്ടുവച്ച കാപ്പി എടുത്തു കുടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല. ഞാൻ റോബിൻസൺ എന്ന പ്രൊഡ്യൂസറെ കുറിച്ച് അന്വേഷിച്ചു. ഈ കൊലപാതകം നടക്കുന്ന സമയം അയാൾ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പ്ലെയിനിലായിരുന്നതായി രേഖകളുണ്ട്. അത് ശരിയാണ്. പ്രേതം പറഞ്ഞ കഥ കളവാണ്. പ്രേതവും അതുപോലെ തന്നെ. ഡിവൈഎസ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയായിരിക്കാം. എങ്കിൽ പ്രേതമാര്? പുഷ്പരാജ് ചോദ്യചിഹ്നം രേഖപ്പെടുത്തിയ മുഖത്തോടെയിരുന്നു. ഏറ്റവും എളുപ്പമായ മാർഗം രാമസ്വാമിയെയും കോഴിക്കോട്ടെ ആ സ്ത്രീയെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. അതാണ് ഏറ്റവും ബുദ്ധിയുള്ള സംഗതി. ഇവർക്കാർക്കും രഘുവിന്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുകൂടാ. രാമസ്വാമിയെ അയാൾ കൂലിക്കെടുത്തതാണ്. എന്നെ വധിച്ചാൽ 5000 രൂപ കൊടുക്കാമെന്ന് രഘു വാഗ്ദാനം ചെയ്തിരുന്നു പോലും. എന്നാൽ രഘുവിന്റെ ആസ്ഥാനം ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ. ഹോട്ടലുകളിൽ വെച്ചാണ് ഇവർ ക്രയവിക്രയം നടത്തുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ രഘു എന്ന് പറയുന്നവൻ വലിയ കള്ളക്കടത്തുകാരനാണ്. കള്ളക്കടത്തുകാരെ പിടിക്കുമ്പോഴല്ലേ നാം അവർ ആരൊക്കെയായിരുന്നുവെന്ന് അറിയുകയുള്ളൂ. ഇന്നുവരെ പിടിച്ചിട്ടുള്ളവരിൽ നല്ലൊരു ശതമാനവും സാമൂഹ്യ മണ്ഡലത്തിൽ പേരും പെരുമയും ഉള്ളവരായിരുന്നില്ലേ? ഈ പുതിയ ഓർഡിനൻസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം തന്നെ അവർ ചിലപ്പോൾ വിലക്കെടുക്കുമായിരുന്നു. ഈ കേസിൽ നമ്മെ സഹായിക്കുവാൻ കഴിവുള്ള ഏക വ്യക്തി പുഷ്പരാജ് ചിന്താഗസ്ഥനായിരുന്നു. ആരാണ്? റീത്തയോ? ഡിവൈഎസ്പി ചോദിച്ചു. അതെ, അവൾ തുറന്നു പറഞ്ഞാൽ പലതും വെളിച്ചത്തു വരും. പക്ഷെ അവളുടെ സംസാരം വിശ്വസിക്കത്തക്ക രീതിയിലല്ല ഇതുവരെ കണ്ടത്. കാണാതായ മൃതശരീരം എവിടെ മറവ് ചെയ്തെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞാൻ റീത്തയെ കാണുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ അവൾ എറണാകുളത്തുണ്ടായിരുന്നു. അവളുടെ കൂടെ രഘു എന്ന പ്രൊഡ്യൂസറും. ഇതിനിടയ്ക്ക് എനിക്ക് ഡോക്ടർ മോഹൻദാസുമായി ചില വിവരങ്ങൾ സംസാരിക്കുവാനുണ്ട്. പുഷ്പരാജ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. ഡോക്ടർ ഉച്ചകഴിഞ്ഞ് ലീവാണ്. വീട്ടിൽ കാണുമെന്നാണ് തോന്നുന്നത്, നേഴ്സ് ധരിപ്പിച്ചു. പുഷ്പരാജ് അപ്പോൾ തന്നെ മേശപ്പുറത്തിരുന്ന ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഡോക്ടർ സ്ഥലത്തില്ല. അദ്ദേഹം ഫോൺ താഴെ വെച്ചു. ഡോക്ടർക്ക് ഏതെല്ലാം ദിവസങ്ങളിലാണ് ഡ്യൂട്ടി? നേഴ്സിനോട് ചോദിച്ചു. തിങ്കൾ, ബുധൻ, ഞായർ. ചില ദിവസം രാത്രി കൂടി ഡ്യൂട്ടിയിലുണ്ടാവും. അതാരെങ്കിലും ലീവ് എടുക്കുവാൻ വേണ്ടി മാത്രമാണ്. നഴ്സ് ചില മരുന്ന് തിരഞ്ഞെടുക്കുന്നതിനിടയിൽ പറഞ്ഞു. അപ്പോൾ ഇന്നു പകൽ എവിടെയെങ്കിലും പോയി കാണും അല്ലേ? പുഷ്പരാജ് ചുവരിൽ തൂക്കിയിരുന്ന കലണ്ടറിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. ശരി, നാളെ കാണാം. പുഷ്പരാജ് ഫ്രാൻസിസിനെ ഫോണിൽ ചില വിവരങ്ങൾ കൂടി അറിയിച്ച ശേഷം എറണാകുളത്തേക്ക് പുറപ്പെട്ടു. ഹോട്ടലിൽ അന്നും റഹ്മാനിയയുടെ നൃത്തപരിപാടി ഉണ്ടായിരുന്നു. രാത്രിയാവാൻ പുഷ്പരാജ് കാത്തിരിക്കാതെ നേരെ ഹോട്ടൽ മാനേജരെ പോയി കണ്ടു. എനിക്ക് നിങ്ങളുടെ പുതിയ നർത്തകിയെ പരിചയപ്പെടണം. ഇത്രയും പറഞ്ഞ് അദ്ദേഹം തന്റെ ഐഡന്റിറ്റി കാർഡ് മാനേജരെ കാണിച്ചു. ഇരിക്കൂ. കറുത്ത കണ്ണട താഴെ വെച്ച് മാനേജർ പുഷ്പരാജിനെ സ്വീകരിച്ചു. എന്താണ് സാർ, അവൾ നിങ്ങളുടെ നോട്ടപ്പുള്ളിയാണോ? മാനേജർ സിഗരറ്റ് പാക്കറ്റ് പുഷ്പരാജിന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു. പുഷ്പരാജ് സിഗരറ്റ് കേസെടുത്ത് ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. റഹ്മാനിയ ആരാണെന്ന് എനിക്കറിയാം. അവൾക്ക് പല പേരുകളുമുണ്ട്. അതിലൊന്നാണ് റീത്ത. സ്വർണ്ണ തലമുടി പിടിപ്പിച്ച വിഗും മേക്കപ്പും അവളെ പേർഷ്യൻ സുന്ദരിയാക്കുന്നുവെന്നല്ലാതെ ആൾ കൊച്ചിയിലുള്ളതാണ് അല്ലേ? പുഷ്പരാജ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര ഭയങ്കരന്മാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മാനേജർ കോളിംഗ് ബെൽ അമർത്തി. ഒരു ബെയറർ കടന്നുവന്ന് സലാം വെച്ചു നിന്നു. കോഫി ഓർ ടീ? കോഫി, പുഷ്പരാജ് പറഞ്ഞു. സാധാരണ നിങ്ങളുടെയൊക്കെ നിഗമനത്തിന് എപ്പോഴും വിരുദ്ധമായിരിക്കും അവളുടെ പ്രവൃത്തികൾ. ഒരു നാട്ടിലുള്ള പ്രമുഖ വ്യക്തികളുടെ എല്ലാ ചെയ്തികളെക്കുറിച്ചും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ചിലരുമായി അടുത്തു പെരുമാറുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ
കള്ളനോട്ട് കേസും കള്ളക്കടത്തും പിടിക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുപ്പം അവർ മനസ്സിലാക്കുന്നത്. ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയതെന്ന് തോന്നിപ്പിക്കുന്ന സംഗതികളും അമൂല്യങ്ങളായിരിക്കും. റഹ്മാനിയയെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ഇത്തരത്തിലുള്ള നൃത്തം കണ്ട് ആസ്വദിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ ആരാണെങ്കിലെന്ത്? പുഷ്പരാജ് കാപ്പി കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം റഹ്മാനിയ എന്ന പേരിൽ അവളെ ഇറക്കിയതിന് കാരണമുണ്ട്. അന്ന് യഥാർത്ഥ റഹ്മാനിയ ഞങ്ങൾക്ക് പ്രോഗ്രാം തന്നിരുന്നതാണ്. അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് സുഖമില്ലെന്ന് അറിയിച്ചു. അത് സ്റ്റേജിൽ അനൗൺസ് ചെയ്തയാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പ്രീതിയെന്ന് അനൗൺസ് ചെയ്താൽ മതിയെന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. പിന്നീടാണ് ഞാനിത് അറിഞ്ഞത്. അതിനയാളെ താക്കീത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നൃത്തം ചെയ്യുന്നത്? പുഷ്പരാജ് പ്രശ്നഭാവത്തിൽ ശിരസുയർത്തി. ഇന്ന് യഥാർത്ഥ റഹ്മാനിയാണ്, മാനേജർ പറഞ്ഞു. അപ്പോൾ റീത്തയെ കാണുവാൻ എന്താണ് വഴി? ഞാൻ അവളെ കാണുവാനാണ് വന്നത്. പുഷ്പരാജ് നിരാശനായി. റീത്ത സ്ഥലത്തുണ്ട്. അവൾ റൂം നമ്പർ 13-ലാണ് താമസം. അവിടെ ഉണ്ടോ എന്ന് ഞാനിപ്പോ ഒന്ന് അന്വേഷിക്കാം. മാനേജർ ഫോൺ എടുത്തു. പക്ഷെ മറുപടി ലഭിച്ചില്ല. അദ്ദേഹം കോളിംഗ് ബെല്ലിന്റെ ബട്ടണിൽ വിരലമർത്തി. ബെയറർ വീണ്ടും വന്നു വണങ്ങി നിന്നു. റീത്ത ഫെർണാണ്ടസ് എവിടെ പോയി എന്ന് കൗണ്ടറിൽ അന്വേഷിച്ചിട്ട് വരൂ. ബെയറർ പോയി. കൗണ്ടറിലേക്ക് ഫോണിനെന്തോ തകരാർ സംഭവിച്ചു. മാനേജർ കാപ്പി കുടി കഴിഞ്ഞ് ഒരു സിഗരറ്റ് കൂടി കൊളുത്തി. ഇന്ന് വരാതിരിക്കുമോ? പുഷ്പരാജ് തിരക്കി. തീർച്ചയായും വരും. മാത്രമല്ല, ഇന്ന് റഹ്മാനിയുടെ നൃത്തം കാണുവാൻ അവൾ വരും. മാനേജർ ഉറപ്പു നൽകി. ബെയറർ മടങ്ങി വന്നു. 8 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അയാൾ അറിയിച്ചു. അപ്പോൾ താങ്കൾക്ക് ഒരു ടേബിൾ ഇന്ന് രാത്രി റിസർവ് ചെയ്തിരിക്കും. മാനേജർ പുഷ്പരാജിന്റെ സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഉറപ്പായും വരും. താങ്കളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. പുഷ്പരാജ് ഹോട്ടൽ മാനേജർക്ക് കൈകൊടുത്തു പിരിഞ്ഞു. ഹോട്ടലിൽ നിന്ന് അദ്ദേഹം നേരെ ഡോക്ടർ വിശ്വനാഥിന്റെ വസതിയിലേക്ക് പോയി. അന്ന് ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമായിരുന്നു. പുഷ്പരാജ് ചെന്നപ്പോൾ ഡോക്ടർ ഒരു തടിച്ച പുസ്തകം അടയാളം വെച്ച് മേശയിൽ വെച്ചിരുന്നു. താങ്കളെന്തോ റഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഞാൻ ബുദ്ധിമുട്ടിച്ചു അല്ലേ? പുഷ്പരാജ് സോഫയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഏയ്, ഒരിക്കലുമില്ല. ഞാൻ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പുതിയ രൂപം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ വിശ്വനാഥൻ സോവിയറ്റ് യൂണിയനിൽ പോയി പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചുള്ള ഉപരിപഠനം നടത്തിയ വ്യക്തിയായിരുന്നു. മുഖത്ത് വൈരൂപ്യം ബാധിച്ചവർക്ക് വേണ്ടിയുള്ളതല്ലേ പ്ലാസ്റ്റിക് സർജറി? പുഷ്പരാജ് ചോദിച്ചു. അതെ, സാധാരണ അതിനുവേണ്ടി മാത്രമേ പ്ലാസ്റ്റിക് സർജറി നടത്തുകയുള്ളൂ. ആ കാണുന്ന പ്രതിമയില്ലേ? പുഷ്പരാജ് മുറിയുടെ മൂലയിൽ ഒരു കുടവും കയ്യിലേന്തി നിൽക്കുന്ന സുന്ദരിയായ പ്രതിമയിലേക്ക് കൈ ചൂണ്ടി. അത് ശകുന്തളയാണ്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാളിദാസന്റെ അല്ല, അതൊരു സിനിമാ നടിയല്ലേ? പുഷ്പരാജ് എണീറ്റ് പ്രതിമ എടുത്തുകൊണ്ടുവന്നു. ഈ പ്രതിമയുടെ ഛായ ആ കാണുന്ന കലണ്ടറിലെ സ്ത്രീയുടേതാക്കി മാറ്റുവാൻ കഴിയുമോ? പുഷ്പരാജ് പ്രതിമയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് മരം കൊണ്ടുള്ള പ്രതിമയാണ്. ചിലപ്പോൾ വിദഗ്ധനായ ഒരു ശില്പിയെ കൊണ്ട് സാധിച്ചേക്കാം. താങ്കളും ഒരു ശില്പിയല്ലേ? താങ്കൾക്ക് ജീവനുള്ള മനുഷ്യ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയില്ലേ? പുഷ്പരാജ് ചോദിച്ചു. തീർച്ചയായും കഴിയും. എന്നാൽ ഇത് 100% ശരിയായിരിക്കുകയില്ല. എങ്കിലും ഒറ്റനോട്ടത്തിൽ ഒരുപോലെ ഇരിക്കും. പകൽ സമയം തിരിച്ചറിയുകയും രാത്രികാലങ്ങളിൽ അറിഞ്ഞില്ലെന്നും വരും. എന്താ ചോദിച്ചത്? ഡോക്ടർ തടിച്ച പുസ്തകം മറിച്ചുകൊണ്ട് ചോദിച്ചു. വെറുതെ തിരക്കിയതാണ്. അങ്ങനെ മാറ്റം വരുത്തിയാൽ പിന്നീട് പഴയതുപോലെ ആക്കി തീർക്കുവാൻ കഴിയുമോ? സാധ്യമല്ല, ഡോക്ടർ പറഞ്ഞു. അടുത്ത കാലത്തായി താങ്കൾ ആർക്കെങ്കിലും ഈ തരത്തിലുള്ള സർജറി നടത്തിയിട്ടുണ്ടോ? പുഷ്പരാജ് ആ വിഷയത്തിൽ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു. ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തടിച്ച അതിരമുള്ള സ്ത്രീയിൽ പ്ലാസ്റ്റിക് സർജറി നടത്തിയിരുന്നു. ഇപ്പോൾ അവരെ കണ്ടാൽ ഒരിക്കലും തിരിച്ചറിയുകയില്ല. ഡോക്ടർ തന്റെ ആൽബം എടുത്തു തുറന്ന് ആ സ്ത്രീയുടെ 2 ചിത്രങ്ങളും കാണിച്ചു കൊടുത്തു. ഡോക്ടറുടെ ഗൃഹത്തിൽ പുഷ്പരാജ് വിശ്രമിച്ചു. ക്ലോക്കിൽ മണി 8 അടിച്ചപ്പോൾ പുഷ്പരാജ് ഷവറിലെ തണുത്ത ജലത്തിൽ കുളിച്ചു. ഡോക്ടറുടെ കാറിൽ അദ്ദേഹം ഹോട്ടലിലേക്ക് തിരിച്ചുപോയി. മാനേജർ അദ്ദേഹത്തോടൊപ്പം ഡാൻസിംഗ് ഹാളിൽ വന്നു. റീത്തയെ അദ്ദേഹം പുഷ്പരാജിന് പരിചയപ്പെടുത്തി. അവൾ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. എങ്കിലും ആദ്യമായി പരിചയപ്പെടുന്നത് പോലെ അവൾ ഭാവിച്ചു. റീത്ത, നാം ഇവിടെ വെച്ച് വീണ്ടും സന്ധിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? മാനേജർ പോയി കഴിഞ്ഞപ്പോൾ പുഷ്പരാജ് ചോദിച്ചു. ഭക്ഷണത്തിന് പുഷ്പരാജ് തന്നെ ഓർഡർ ചെയ്തു. ഇന്ന് റീത്ത എന്റെ അതിഥിയാണ്. ഞാൻ അന്ന് പരിചയപ്പെട്ടതിന് ശേഷം റീത്തയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾ യാതൊന്നും ഉരിയാടാതെ ഫ്ലവർ വേസിലിരുന്ന പ്ലാസ്റ്റിക് പൂക്കളിൽ തലോടിക്കൊണ്ടിരുന്നു. ഇതാ നോക്കൂ. പുഷ്പരാജ് പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് തുറന്ന് അതിൽ നിന്ന് മടക്കി വെച്ചിരുന്ന ഒരു താൾ നിവർത്തി അവളുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഞാൻ രജിസ്റ്റർ ചെയ്ത സിനിമയുടെ രസീത്. ചിത്രത്തിന്റെ പേര് ലെവൽ ക്രോസ്. ഈ ചിത്രത്തിൽ റീത്തയെ നായികയാക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്യാബറെ നർത്തകിയായ നായിക ഒരു കുറ്റാന്വേഷണ വിദഗ്ധനുമായി ബന്ധപ്പെടുകയും ഒരു വലിയ കള്ളക്കടത്ത് കേസിന്റെ ചുരുൾ നിവരുകയും ചെയ്യുന്നു. ഉടനീളമുള്ള ഒരു റോളാണ്. ഈ ചിത്രത്തിൽ ഭവതിക്ക് 20,000 രൂപ ഓഫർ ചെയ്യുന്നു. അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് റീത്തയുടെ മുഖം വികസിച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി. നാളെ നമുക്ക് എഗ്രിമെന്റ് എഴുതണം. ഈ ഹോട്ടൽ മാനേജർക്കും ചിത്രനിർമ്മാണത്തിൽ പങ്കുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അവൾ ആഹ്ലാദം സ്ഫുരിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. വെയിറ്റർ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവച്ചു. റഹ്മാനിയുടെ നൃത്തം ആരംഭിച്ചിരുന്നു. പക്ഷേ ആ നൃത്തത്തിൽ റീത്ത യാതൊരു ശ്രദ്ധയും ചെലുത്തിയില്ല.
താൻ അഭിനയിക്കുവാൻ പോകുന്ന ചലച്ചിത്രത്തെ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. എന്നത്തേക്കാണ് ചിത്രത്തിന്റെ മുഹൂർത്തം? അവൾ തിരക്കി. അടുത്ത 12-ാം തീയതി മദ്രാസിൽ വെച്ച്. മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടനായിരിക്കും നായകൻ. അതിനുള്ള കറസ്പോണ്ടൻസ് 2 ദിവസത്തിനകം പൂർത്തിയാകും. അദ്ദേഹം തുറുപ്പ് ചീട്ടുകൾ ഓരോന്നായി കളത്തിലിറക്കുവാൻ തുടങ്ങി. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേറൊരു പ്രതിബന്ധത കൂടി ഉണ്ടായിട്ടുണ്ട്. അത് വേറൊരു ഷെയർ ഹോൾഡറിന്റെ പ്രശ്നമാണ്. പുഷ്പരാജ് അടുത്ത ചീട്ട് താഴെയിട്ടു. എന്താണ്? അവൾ ജിജ്ഞാസയോടെ നോക്കി. അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന രഘുവംശം എന്ന ചിത്രത്തിലെ നായികയ്ക്ക് പ്രധാന റോൾ കൊടുക്കണമെന്നാണ് അയാളുടെ അഭിപ്രായം. കൂടുതൽ ഷെയർ അയാളാണ് മുടക്കുന്നത്. ആര്? കുസുമമോ? അവൾ മരിച്ചുപോയില്ലേ? ആശ്ചര്യപുരസരം റീത്ത ചോദിച്ചു. ഇല്ല, കഴിഞ്ഞ ദിവസം അവൾ എന്റെ മുറിയിൽ വന്നിരുന്നു. മരിച്ചത് കുസുമമല്ല, അതേ രൂപത്തിലുള്ള വേറെ ആരോ ആണ് മരണമടഞ്ഞത്. പുഷ്പരാജ് ബിയർ മഗ് കയ്യിലെടുത്തു. അല്ല, കുസുമം മരിച്ചു. താങ്കളെ സമീപിച്ചത് കുസുമമല്ല, അത് വേറൊരാളാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അതാരാണ്? പുഷ്പരാജ് അവൾക്ക് ചിന്തിക്കുവാൻ സമയം നൽകാതെ ഇരിക്കുവാൻ ശ്രമിച്ചു. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ മരിച്ചത് കുസുമമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, റീത്ത തറപ്പിച്ചു പറഞ്ഞു. എന്റെ മുറിയിൽ വന്നത് കുസുമം തന്നെ. അവൾ പുതിയ ചിത്രത്തിന്റെ നായികയുടെ റോളും ആവശ്യപ്പെട്ടു. പുഷ്പരാജ് അവളെ ചെരിഞ്ഞു നോക്കിക്കൊണ്ട് മേശപ്പുറത്തിരുന്ന ഉരുളക്കിഴങ്ങ് വറുത്തതെടുത്ത് അലക്ഷ്യമായി ചവയ്ക്കുവാൻ തുടങ്ങി. ഓഹോ, അങ്ങനെയാണോ? ആ രൂപം കിട്ടിയപ്പോൾ അവൾ വിലപേശാൻ തുടങ്ങിയോ? എങ്കിൽ താങ്കൾ കേട്ടോളൂ, ഞാൻ സർവ്വതും തുറന്നു പറയാം. താങ്കൾ ഒരു പ്രൊഡ്യൂസറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാത്രമല്ല, എന്നെ ഒരു കരുവാക്കുകയും ചെയ്തു. കുസുമത്തെ അവർ കൊന്നതാണ്. കൊന്നതിന് കാരണവുമുണ്ട്. ഞാൻ വിശദമായി പറയാം. താങ്കളുടെ മുറിയിലേക്ക് ഞാൻ വരാം. ഇവിടെ ഇരുന്ന് നാം സംസാരിക്കുന്നത് ശരിയല്ല. അവൾ എണീറ്റു. പുഷ്പരാജ് അവളെ അനുഗമിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ്. പുഷ്പരാജ് മൂല തുന്നിക്കെട്ടിയ കുറെ കടലാസുകൾ അവളുടെ മുന്നിലേക്കിട്ടു. റീത്ത അതിൽ 1-2 താളുകൾ മറിച്ചു നോക്കി. ആ സമയത്ത് ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അവൾ അറിയാതെ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു വെച്ചു. അന്ന് രാത്രി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ച ദിവസമാണ്. ആരുടെ ചിത്രമാണ്? പുഷ്പരാജ് വിശദ വിവരങ്ങൾ അറിയുവാൻ തീരുമാനിച്ചു. റോബിൻസന്റെ ചിത്രം, അവൾ തുടർന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ അവൾ വന്നിരുന്നു. പ്രൊഡ്യൂസർ 2 പേരും ഞാനും ഉണ്ടായിരുന്നു. ഏത് ചിത്രത്തിന്റെ? ചിത്രത്തിന്റെ പേര് രഘുവംശം. അത് എടുക്കുവാൻ തീരുമാനിച്ചത് അലക്സും രഘുവുമാണ്. ഇവർ 2 പേരും ഈ രംഗത്ത് പുതുമുഖങ്ങളാണ്. അലക്സ് 10,000 രൂപ അവൾക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 2,000 വൈറ്റ് മണിയും ശേഷിച്ചത് ബ്ലാക്കുമായിരുന്നു. അതിൽ 8,000 നേരത്തെ കൊടുത്തിരുന്നു. അവൾ അത് ഒരു കാറ് വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്തു. ഇതിൽ അലക്സിന് പണം രംഗത്ത് കാണിക്കത്തക്ക രീതിയിലുള്ള യാതൊരു ബിസിനസ്സോ പ്ലാന്റേഷനോ ഇല്ല. പക്ഷെ കള്ളക്കടത്തിൽ കൂടി അയാൾ ധാരാളം പണം എങ്ങനെയോ ഒരുക്കു കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയിരിക്കെ മദ്രാസിൽ ഒരു ചെട്ടിയാരിൽ നിന്ന് 5 ലക്ഷം രൂപ വശത്താക്കുവാൻ അവർ പ്ലാനിട്ടിരുന്നു. അതിന് നിയോഗിച്ചത് കുസുമത്തെയായിരുന്നു. ചെട്ടിയാർ പണം മുഴുവൻ കൊടുത്തു. അതിൽ 2 ലക്ഷം അവൾ കൊടുത്തില്ല. അൺഅക്കൗണ്ടഡ് മണിയായതുകൊണ്ട് അവളെ നിർബന്ധിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിച്ചേർന്നു. ആ കാര്യത്തിൽ കുസുമത്തെ സഹായിക്കുവാൻ ആരോ പിന്നിലുണ്ടായിരുന്നു. ആ അവസരത്തിൽ കുസുമം രഹസ്യ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി തീർന്നിരുന്നു. അന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് അവർ തമ്മിൽ പറഞ്ഞു പിശകി. രഹസ്യം മുഴുവനും വെളിപ്പെടുത്തുമെന്ന് കുസുമം അവരെ ഭീഷണിപ്പെടുത്തി. പിന്നീട് രമ്യതയിലായി. പക്ഷെ അതിന്റെ പിറ്റേന്ന് അവൾ മരിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അവൾ ആലോചനാഭാവത്തിലിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ആ കൊലപാതകം നടക്കുമ്പോൾ ഭവതി സമീപത്തുണ്ടായിരുന്നതായി ഞാൻ അറിഞ്ഞു. ഒരു കാറിൽ വെച്ചല്ലേ കുസുമത്തെ വധിച്ചത്? പുഷ്പരാജ് ചോദിച്ചു. റീത്ത വിസ്മയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. അതെ, താങ്കൾ ഇത് എങ്ങനെ അറിഞ്ഞു? അവൾ അല്പം പരിഭ്രമത്തോടെ തിരക്കി. ആ കാറിൽ ഭവതിയും കുസുമവും 2 പ്രൊഡ്യൂസർമാരും ജോൺ കുര്യൻ എന്നൊരാളും ഉണ്ടായിരുന്നു. മുൻ സീരിയലിരുന്ന കുസുമത്തെ പിന്നിൽ നിന്ന് കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് രഘു എന്ന ഭവതി പറഞ്ഞ ആളായിരുന്നു. ഭവതി അവരുടെ മധ്യത്തിലായിരുന്നു പിൻസീറ്റിലിരുന്നത്. കുസുമം മരിച്ചയുടനെ ലെവൽ ക്രോസിലേക്ക് കാർ വിടാൻ പറഞ്ഞു ഇല്ലേ? പുഷ്പരാജ് റീത്തയുടെ മുഖത്തേക്ക് കണ്ണയച്ചു. അവൾ സംസാരിക്കാനാവാതെ ഇരുന്നു പോയി. മച്ചിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നെങ്കിലും റീത്തയുടെ നാസികയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. അതെ, ശരിയാണ്. താങ്കൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അവൾ ചോദിച്ചു. ഇതൊക്കെ ഞാൻ വളരെ മുമ്പ് തന്നെ അറിഞ്ഞു കഴിഞ്ഞതാണ്. റീത്തയ്ക്കും അതിൽ കാര്യമായ പങ്കുണ്ടെന്ന് ഡോക്ടർ മോഹൻദാസ് പറഞ്ഞു. അവളുടെ പ്രത്യാഘാതം എന്തെന്നറിയാൻ പുഷ്പരാജ് കാത്തിരുന്നു. ഡോക്ടർ മോഹൻദാസോ? അയാൾ അങ്ങനെ പറഞ്ഞു? അയാളാണ് ഇതിനൊക്കെ കാരണം. അയാളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാളാണ് ഞാൻ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ശരി, ഈ ഡോക്ടർ മോഹൻദാസ് തന്നെയല്ലേ പ്രൊഡ്യൂസർ രഘു? അയാളും റീത്തയും കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ രാത്രി തങ്ങിയിരുന്നില്ലേ? അന്ന് നിങ്ങൾ കുസുമത്തെക്കുറിച്ച് സംസാരിച്ചു. അത് ഞാൻ അറിഞ്ഞു. നിങ്ങൾ പറഞ്ഞ ഓരോ വാചകവും വള്ളിപുള്ളി തെറ്റാതെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് റീത്തയെ പറഞ്ഞയച്ചതും ഡോക്ടറായിരുന്നു. ഡോക്ടറുടെ വീട്ടിൽ ഭവതി പോയിരുന്നെന്നും
വൃത്യൻ പറഞ്ഞാണ് ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നെന്ന് അറിഞ്ഞതെന്നും ഭവതി എന്നോട് പറഞ്ഞതും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഡോക്ടറായി അഭിനയിക്കുകയാണെന്നും ഭവതിക്ക് അറിയാമായിരുന്നു. ഞാനൊരു കുറ്റാന്വേഷകനാണെന്ന് അന്ന് ഡോക്ടർ നിങ്ങളെ ധരിപ്പിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞതനുസരിച്ചല്ലേ നിങ്ങൾ മിസ്റ്റർ ജോണിന്റെ മൃതശരീരം ഏറ്റുവാങ്ങാൻ വന്നത്? അതെ, അവൾ സമ്മതിച്ചു. പ്രേതം ഏറ്റുവാങ്ങിയ ശേഷം എന്തു ചെയ്യാനായിരുന്നു നിങ്ങളുടെ പ്ലാൻ? എറണാകുളത്ത് ഏൽപ്പിക്കുവാനാണ് പറഞ്ഞത്. ഇവിടെ നിന്നും മൂടിക്കെട്ടിയ ഒരു വാനിൽ കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം. ഹെയർ ഓയിലിന്റെ പരസ്യം പതിച്ച ഒരു വണ്ടിയല്ലേ അത്? അതെ, ഇതൊക്കെ താങ്കൾ എങ്ങനെ അറിഞ്ഞു? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെയാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? പുഷ്പരാജ് ചിരിച്ചു. ഒരിക്കലും തോന്നുകയില്ല. പക്ഷെ താങ്കളുടെ ചോദ്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. പക്ഷെ ഒരു കാര്യം താങ്കൾ സൂചിപ്പിച്ചത് തെറ്റാണ്. എന്താണത്? എനിക്ക് ആ കൊലപാതകത്തിൽ പങ്കുണ്ടായിരുന്നുവെന്നത്. ഇല്ലായിരിക്കാം, പക്ഷെ ദൃക്സാക്ഷിയാണ്. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് പുഷ്പരാജ് വാതിൽ തുറന്നു. ഡിവൈഎസ്പി ഫ്രാൻസിസും ഡിറ്റക്റ്റീവ് സുധീറും അകത്തേക്ക് കയറി വന്നു. ഡിവൈഎസ്പി സാധാരണ വേഷത്തിലായിരുന്നു. റീത്തെ അവരെ കണ്ട മാത്രയിൽ ഞെട്ടി എണീറ്റു. ഇരിക്കൂ, എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിവൈഎസ്പി കസേരയിൽ ഇരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുഷ്പരാജ് ചിരിച്ചുകൊണ്ട് റീത്തയെ നോക്കി. താൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് റീത്തയ്ക്ക് തോന്നി. അവൾ ഓരോരുത്തരെയും മാറി മാറി ശ്രദ്ധിച്ചു. ഡോക്ടർ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. അലക്സ് മദ്രാസിലാണ്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡിവൈഎസ്പി ഒരു സിഗരറ്റ് കൊളുത്തി റീത്തയുടെ ഭാവമാറ്റം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അവൾ വാനിറ്റി ബാഗ് തുറക്കുവാൻ ഭാവിച്ചു. പുഷ്പരാജ് അത് അവളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വാങ്ങി. സാവകാശത്തിൽ അദ്ദേഹം അത് തുറന്നു. അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ കുപ്പി അദ്ദേഹം പുറത്തെടുത്തു. ഇത് കൊണ്ടു നടക്കുന്നത് അപകടമാണ്. പുഷ്പരാജ് കുപ്പി ഡിവൈഎസ്പിയുടെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ തന്നതാണിതല്ലേ? ഡിവൈഎസ്പി ചോദിച്ചു. അതെ. അവൾക്ക് എതിർക്കുവാൻ കഴിഞ്ഞില്ല. കുസുമം, ജോൺ കുര്യൻ എന്നിവരുടെ കൊലപാതകത്തിന് കൂട്ടുനിന്നതിനും ആത്മഹത്യക്ക് ശ്രമിച്ചതിനുമായി റീത്ത ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിവൈഎസ്പി ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. എന്നെയോ? അവൾ അവശയായി. പക്ഷേ ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നാൽ ഭവതിയെ മാപ്പുസാക്ഷിയാക്കാൻ ശ്രമിക്കാം. ഫ്രാൻസിസ് അവൾക്ക് ആശയ്ക്ക് വഴി നൽകി. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. എന്നാൽ തൽക്കാലം ഞങ്ങൾക്ക് ഭവതിയെ കയ്യിലെടുക്കാതെ തരമില്ല. ഡിവൈഎസ്പി ഫോൺ എടുത്ത് റിംഗ് ചെയ്തു. 15 മിനിറ്റിനകം ഒരു ഇൻസ്പെക്ടറും 2 കോൺസ്റ്റബിൾമാരും 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തു വന്നു. റീത്തയെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. താങ്കൾക്ക് ഡോക്ടറെ നേരത്തെ സംശയമുണ്ടായിരുന്നുവോ? ഡിവൈഎസ്പി പുഷ്പരാജിനോട് ചോദിച്ചു. എന്നെ റീത്ത ഹോട്ടലിൽ വന്നു കണ്ട അവസരത്തിൽ ഡോക്ടർ അയാളുടെ വസതിയിലുണ്ടായിരുന്നു. അവൾ വന്നിരുന്നുവെന്നും അയാളുമായി വളരെയധികം സംസാരിച്ചിരുന്നതായും അവിടെയുള്ള വേലക്കാരൻ എനിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. രഘു എന്ന പേരിൽ ഡോക്ടർ ഹോട്ടലിൽ 2 തവണ റീത്തയുമായി താമസിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു. ഡോക്ടറുടെ ഒരു ഫോട്ടോ ഞാൻ വെയിറ്ററെ കാണിച്ചപ്പോൾ റീത്തയുടെ കൂടെ അവിടെ വന്ന് താമസിച്ചിട്ടുള്ള ആളിന്റെ ചിത്രമാണെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ജോണിന്റെ മൃതശരീരത്തിൽ ആസിഡ് വീഴ്ത്തി മുഖം വികൃതമാക്കിയത് ഡോക്ടറായിരുന്നു. അന്ന് ഡോക്ടർ ലബോറട്ടറിയിൽ നിന്ന് ഒരു കുപ്പി സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നത് കണ്ടതായി സ്റ്റോർ കീപ്പറിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. കുസുമത്തിന്റെ ഏകദേശ സാമ്യമുള്ള ഒരു നടിക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി അവളെയാണ് പ്രേതമായി എന്റെ മുറിയിൽ അയച്ച് ഒരു കള്ളക്കഥ എന്നെ ധരിപ്പിച്ചത്. അവസാനം രക്ഷയില്ലാതെ വന്നാൽ അവളെ രംഗത്തിറക്കുവാനും അയാൾക്ക് പരിപാടിയുണ്ടായിരുന്നു. പക്ഷെ കൈരേഖയുടെ കാര്യം അയാൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. അന്ന് രാത്രി കുസുമത്തിന്റെ മൃതശരീരം അയാൾ അവിടെ നിന്നും സൂത്രത്തിൽ നീക്കം ചെയ്തു. എനിക്ക് ഫോൺ ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് സൂക്ഷിച്ചുകൊള്ളുവാൻ ഞാനൊരു അറ്റൻഡറെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ മൃതശരീരം ഡോക്ടർ അയാളുടെ വീടിന്റെ പിന്നിലുള്ള ഒരു മാവിന്റെ ചുവട്ടിലാണ് മറവ് ചെയ്തിരിക്കുന്നത്. അയാൾ അകപ്പെടാനുള്ള വല അയാൾ തന്നെ അവസാനം വീശുകയും ചെയ്തു. അലക്സിന്റെയും മോഹൻദാസിന്റെയും പ്രധാന ഉദ്ദേശം ചിത്രം പിടിക്കുക എന്നുള്ളതല്ല, മറ്റു പലതുമാണ്. അതിനൊരു ഉപാധി മാത്രമാണ് ഫിലിം പ്രൊഡക്ഷൻ. എല്ലാം തകരാറിലാകുമെന്നുള്ള സ്ഥിതിയായപ്പോൾ ഡോക്ടർ കുസുമത്തിന്റെ മുഖഛായ വരുത്തിയ എക്സ്ട്രാ നടിയെ അയാളുടെ വസതിയിലേക്ക് മാറ്റി. അയാളുടെ മൃത്യനുമായി എനിക്ക് ബന്ധമുണ്ടെന്നുള്ളത് അയാൾക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അതിനെനിക്ക് 500 രൂപ ചെലവുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ റോബിൻസന്റെ ചുമലിൽ വീഴ്ത്തുവാനാണ് അവർ പദ്ധതി ആസൂത്രണം ചെയ്തത്. അതനുസരിച്ചാണ് പ്രച്ഛന്നവേഷധാരിയായ എക്സ്ട്രാ നടി എന്നെ സമീപിച്ച് പ്രേതത്തിന്റെ വേഷം കെട്ടിയത്. എന്നെ ആക്രമിക്കുവാൻ അവർ പരിപാടിയിട്ടിരുന്നു. പുഷ്പരാജ് ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. അദ്ദേഹവും റീത്തയും തമ്മിൽ സംഭാഷണം നടത്തിയത് ഡിവൈഎസ്പിയെയും സുധീറിനെയും കേൾപ്പിച്ചു. അപ്പോൾ താങ്കൾ ഒരു പ്രൊഡ്യൂസറായി വേഷം കെട്ടിയതുകൊണ്ടാണ് അവൾ ഇത്രയും തുറന്നു പറഞ്ഞത്, സുധീർ അഭിപ്രായപ്പെട്ടു. അവളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തണമെങ്കിൽ ആ ഒരു വിദ്യയെ ഞാൻ കണ്ടുള്ളൂ. കുസുമം ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചത് അവളല്ലെന്നും ഞാൻ റീത്തയോട് പറഞ്ഞു. കുസുമത്തിന് പ്രധാന റോൾ കൊടുക്കാൻ ഒരു ഷെയർ ഹോൾഡർ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുസുമം മരിച്ചുപോയെന്ന് അവൾ തീർത്തു പറഞ്ഞു.
അങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. പുഷ്പരാജ് ഒരു സിഗരറ്റ് കൊളുത്തി. ഇനി പത്രങ്ങൾക്ക് വേണ്ട രീതിയിൽ വാർത്ത കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഡോക്ടർ മോഹൻദാസിന്റെ വസതിക്ക് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. മൃതശരീരം അയാളുടെ പുരയിടത്തിൽ നിന്ന് മാന്തിയെടുക്കുക എന്നതിൽ കൂടുതൽ തെളിവ് ഇതിന് നമുക്ക് ആവശ്യമില്ല. പ്രത്യേകിച്ച് താങ്കൾ ഡോക്ടറുമായി വളരെ അടുപ്പത്തിലായിരുന്നല്ലോ. ഡിവൈഎസ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, നാം അയാളുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അയാൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു കാണും. റീത്തയെ ഈ കേസിൽ മാപ്പുസാക്ഷിയാക്കി തീർത്താൽ കേസിന് കൂടുതൽ ബലം കിട്ടുമെന്നാണ് എന്റെ അഭിപ്രായം, പുഷ്പരാജ് പറഞ്ഞു. പക്ഷേ ഒരു ചെറിയ തടസ്സം ഞാൻ കാണുന്നുണ്ട്. അവൾക്ക് സാമൂഹ്യ രംഗത്തുള്ള സ്ഥാനം ഒരുപക്ഷെ നമുക്ക് പ്രതികൂലമായി വരില്ലേ? ക്രോസിൽ കൂടി അവരെ കൊണ്ട് വസ്തുതകൾ പറയിപ്പിച്ചുകൂടെ? സുധീർ ചോദിച്ചു. അപ്പോൾ വേറൊരു പ്രശ്നം നാം അഭിമുഖീകരിക്കേണ്ടി വരും. ഈ കേസിന് പറ്റിയ ഒരു സാക്ഷിയാണ് റീത്ത. ഇവരുടെ എല്ലാ വികൃതികളും അവൾക്ക് നന്നായി അറിയാം. അവളെ പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് കൊലപാതകം നേരിട്ട് കണ്ട ഒരു സാക്ഷിയാണ്. ഏതായാലും നമുക്ക് പബ്ലിക് പ്ലീഡറുമായി ആലോചിച്ച് ഒരു അവസാന തീരുമാനമെടുക്കാം. ഡിവൈഎസ്പിയുടെ അഭിപ്രായത്തോട് 2 കുറ്റാന്വേഷണ വിദഗ്ധരും യോജിച്ചു. കൂടാതെ ഈ ഹോട്ടലിലെ മാനേജരും നമുക്കുള്ള കനപ്പെട്ട ഒരു സാക്ഷിയാണ്. ഡോക്ടർ മോഹൻദാസ് റീത്തയോടൊത്ത് താമസിച്ചതായി അയാൾ സാക്ഷി പറയും. പുഷ്പരാജ് എണീറ്റ് സ്യൂട്ട് കേസ് അടച്ചു. ശരി, അപ്പോൾ നമുക്ക് പുറപ്പെടാം. ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്. മിസ്റ്റർ സുധീർ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ? ഡിവൈഎസ്പി എണീറ്റു. ഇല്ല, ഇന്ന് ഞാൻ ഇവിടെ ഒരു പ്രത്യേക ഡ്യൂട്ടിയിൽ നിയമിതനായിരിക്കുകയാണ്. ഒരു കള്ളക്കടത്ത് കപ്പലിൽ നിന്ന് കുറെ തുണിത്തരങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. ഉദ്ദേശം 3 ലക്ഷം രൂപയുടെ വിലപിടിപ്പുള്ളവയാണെന്നാണ് റിപ്പോർട്ട്. അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സുധീർ അന്ന് അവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. ഡിവൈഎസ്പി ഫ്രാൻസിസും ഡിറ്റക്റ്റീവ് പുഷ്പരാജും അപ്പോൾ തന്നെ മടങ്ങി. അങ്ങനെ വിവാദ വിഷയമായിരുന്ന ആ സംഭവത്തിന് തിരശീല വീണു.